പഴവങ്ങാടിയിൽ നിന്ന് അരുൺ സോളമൻ കൂടി ചേരുകയാണ്. അരുൺ, നമുക്കറിയാം തിരുവനന്തപുരത്തിന്റെ നിരത്തുകളിലൊക്കെ ഓണമായാൽ കച്ചവടക്കാരായിരിക്കും. ചെറുതും വലുതുമായ എല്ലാ സാധനങ്ങളും വാങ്ങാൻ ഇങ്ങനെ ആൾക്കാർ ഇറങ്ങുകയും ചെയ്യും. രാത്രി ലൈറ്റിംഗ് കാണുന്നതിനൊപ്പം ഇന്ന് വൈകിട്ട് ഷോപ്പിംഗ് കൂടി ആവാം എന്ന് കരുതി ഇറങ്ങുന്നവരും ഉണ്ടായിരിക്കും അല്ലേ അരുൺ? നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കൂട്ടം കൂടി നിന്ന് വിനീത, നഗരം ഇപ്പോൾ കീഴടക്കിയിരിക്കുകയാണ് ജനങ്ങൾ ഒന്നടങ്കം. ഞാനിപ്പോൾ നിൽക്കുന്നത് പഴവങ്ങാടി ഭാഗത്താണ്. പഴവങ്ങാടി മുതൽ നമ്മൾ ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും തിരിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വരുന്ന പ്രധാന റോഡ് പൂർണ്ണമായിട്ടും ഇപ്പോൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടിയിട്ടും ഇപ്പോൾ ഈ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിരിക്കുകയാണ് നഗരസഭ. പൂർണ്ണമായിട്ടും റോഡിന് ഇരുവശത്തും സാധാരണഗതിയിൽ ഈ വഴിയോര കച്ചവടക്കാരുണ്ട്. അതിന് പുറമെ തന്നെ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന ഓണം പ്രമാണിച്ച് കച്ചവടം ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ളവർക്ക് ഇപ്പോൾ ഈ റോഡിന് നടുവിൽ തന്നെ കച്ചവടം ചെയ്യാനുള്ള സംവിധാനങ്ങളാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഓണമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വഴിയോരത്തിലുള്ള പ്രത്യേകിച്ചും കനകക്കുന്ന് അടക്കമുള്ള തെരുവ് വിളക്കുകൾ തെളിയുമ്പോൾ തന്നെ ഓണ മാമാങ്കത്തിന് കൊടിയേറുമെന്ന് തന്നെയാണ്. ഇപ്പോൾ അതിന് പുറമെ തന്നെ ഇനി തിരുവോണത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഓണക്കോടി അടക്കം എല്ലാവിധത്തിലുമുള്ള വസ്ത്രങ്ങളും അതുപോലെ തന്നെ ചെരുപ്പും സകല സാധനങ്ങളും വാങ്ങാൻ പറ്റുന്ന ഇടം കൂടിയാണ് ചാല കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇടങ്ങളൊക്കെയും. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തെരുവ് കച്ചവടക്കാരാണ്. ചേച്ചി, സാധനം മേടിച്ചോ? ഇപ്പൊ എത്തിയതേ ഉള്ളൂ. അപ്പോ അതാണ് വിനീത, നിലവിൽ എല്ലാവരും തിരക്കുകളിലാണ്. എല്ലായിടത്തും അരുൺ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഇപ്പോൾ അവസാനവട്ട ഓട്ടത്തിലാണ്. ഓണത്തിന് സദ്യ ഒരുക്കാനുള്ള സാധനങ്ങളായാലും പച്ചക്കറി ആയാലും ഓണക്കോടിയായാലും ഒക്കെ വാങ്ങണം.